മുകുന്ദൻ താമസ സ്ഥലത്തേക്ക് പൊയ്ക്കോളൂ. എക്സ്പ്രസ് കടന്നു പോയി കഴിഞ്ഞ ശേഷം ഞാനും പോവും. ഞാൻ ഹോട്ടലിൽ പോയി ഷാപ്പാട് എടുത്ത് അവിടെ കൊണ്ട് തന്നിട്ട് പോവാം. സാറ് വീട്ടുക്കുള്ള ഏറുമ്പോൾ ചുറ്റിലും ലൈറ്റ് അടിച്ച് നല്ല പാത്തുക്കൂ. എന്തിന്? ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ പ്രേതബാധയുണ്ടെന്നും പറഞ്ഞ് തങ്കവിലിനെ ഭയപ്പെടുത്തുകയാണ് സാറേ. ശുദ്ധാസംബന്ധം. ഈ പേയ് സമാചാരം എനിക്ക് അനുഭവമാണ് സാറേ. എന്നേക്കാൾ അനുഭവമുണ്ട് എന്റെ പൊണ്ടാട്ടിക്ക്. മുഹമ്മദ് സാറേ, നിങ്ങൾ ആൾക്കാർ പറയുന്ന ഈ ജിന്നുണ്ടല്ലോ, അതാണ് നാങ്കളുടെ പേയ്. ഞങ്ങളുടെ മുസ്ലിയാക്കന്മാര് പറയുന്ന ജിന്നും അസംബന്ധം തന്നെ. പക്ഷെ ലൈറ്റ് അടിച്ച് നോക്കുന്നേ തെറ്റില്ല. ആൾപ്പാർപ്പില്ലാതെ കിടക്കുന്ന വീടല്ലേ. രാവിലത്തെ ലോക്കൽ ട്രെയിനിന് ടിക്കറ്റ് കൊടുക്കാനുള്ള സമയത്ത് ഞാനിങ്ങ് എത്തിക്കൊള്ളാം. നന്ദിനിക്കുട്ടി, ഇപ്പൊ ഇവിടെ ഈ അസമയത്ത് തനിച്ച്? സിഗ്നൽ കിട്ടാതെ ട്രെയിൻ അപ്പുറത്ത് നിർത്തിയപ്പോൾ ഇറങ്ങി നടന്നു. ആ കാണുന്ന ബംഗ്ലാവ് എന്റെ ഭർത്താവിന്റേതാണ്. ഞാൻ സ്വപ്നം കാണുകയാണോ? അല്ല, ചേട്ടൻ ഇപ്പോൾ ഈ സ്റ്റേഷനിലെ ബുക്കിംഗ് ക്ലാർക്കായി മാറ്റം കിട്ടി വന്നതല്ലേ? അതെ. ആ കെട്ടിടത്തിലല്ലേ താമസം? എനിക്കറിയാം, അതെന്റെ ഭർത്താവിന്റെ വീടാണ്. എന്റെ കല്യാണം കഴിഞ്ഞു വന്ന് ഞങ്ങൾ ആദ്യം താമസിച്ചത് അവിടെയാണ്. ഈ ടോർച്ചൊന്ന് തരാമോ? നാളെ അങ്ങോട്ട് വരണം, അപ്പോൾ ടോർച്ച് തരാം. ഈ ടോർച്ച് എന്റേതല്ലല്ലോ, ഇതെങ്ങനെ ഇവിടെ വന്നു?
പോകുന്നില്ലേ? എന്റെ നന്ദിനിക്കുട്ടിയെ കാണുന്നതിലും വലിയ ഉത്സവം എന്താ? ഉത്സവം കാണുകയായിരുന്നു. ദീപാരാധനയ്ക്ക് നട തുറന്നു, പഞ്ചവാദ്യം തുടങ്ങി. നിന്നെ കാണുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ ശ്രീകോവിൽ തുറക്കും, ആത്മാവിൽ പഞ്ചവാദ്യം തുടങ്ങും. കവിത കേമായിട്ടുണ്ട്. അമ്പലത്തിൽ പോകുന്നില്ലെന്നാ ഞാൻ ചോദിച്ചത്. നന്ദിനിക്കുട്ടി കൂട്ടിനുണ്ടെങ്കിൽ അമ്മയോട് ചോദിക്ക്. അമ്മായി സമ്മതിക്കും. അമ്മ ഇന്നാളെ ചെറിയൊരു താക്കീത്, ഉം. പ്രായമായെന്ന് ഓർമ്മ വേണോന്ന്. ആ ഓർമ്മയോടെ പോയി വരാം. അമ്മായി, നന്ദിനിക്കുട്ടിക്ക് ദീപാരാധന തൊഴണമെന്ന്. ഭക്തി കൊണ്ടാണെങ്കിൽ രണ്ടുപേരും കൂടി നിലവിളക്കിന്റെ മുമ്പിരുന്ന് നാമം ജപിച്ചാ മതി. ആ, ദൈവത്തിന് മുഖാഭിമുഖം കണ്ട് തൊഴുതാൽ വേഗം കാര്യസാധ്യം ഉണ്ടാകും. വരാടുന്നു അവന്റെ ഒരു കാര്യസാധ്യം. ദേ ഇരുട്ടുന്നതിന് മുമ്പ് ഇന്ന് വരണം. ഉം. അമ്പലത്തിൽ നിന്ന് തെയ്യമുണ്ടമ്മേ. രണ്ടുപേരും കൂടി അമ്പലത്തിൽ കറങ്ങിയടിക്കാനുള്ള പരിപാടിയായിരിക്കും. കൂടുതൽ ഇരുട്ടരുതേ. ഇല്ല. പതുക്കെ. ഈ നിറഞ്ഞ നിലാവും പൂർണ്ണചന്ദ്രനും കുളിർക്കാറ്റും വെള്ളിമേഘങ്ങളും. ചേട്ടനും കൂടെ ഞാനും വരും. നീ എങ്ങോട്ടാ രാവിലെ? ഇന്ന് സ്പോർട്സിന്റെ ട്രെയിനിങ് ഉണ്ടോ സാർ? അല്ല, എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കാം. നിനക്കൊന്നും പഠിക്കണ്ടേ? അതോ കളിയും ട്രെയിനിങ്ങും ആയിട്ട് നടന്നാൽ മതിയോ? ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് അച്ഛാ. പഠിത്തം പോലെ ഇന്ന് സ്പോർട്സും പ്രധാനമാണ്. പഠിച്ചു പാസ്സായ വല്ല ജോലിയും കിട്ടും. സൈക്കിളിൽ കറങ്ങിക്കൊണ്ട് നടന്നാൽ ജീവിതകാലം മുഴുവൻ കറങ്ങാനേ പറ്റൂ. അത് മറക്കണ്ട. ആ ആ
സ്വരരാഗമായി കിളിവാതിലിൽ പല പുസ്തകാവ് തോറും പ്രേമ പൂജ ദീപമായി രൂപമായി സ്വരരാഗമായി കിളിവാതിലിൽ പല പുസ്തകാവ് തോറും പ്രേമ പൂജ ദീപമായി രൂപമായി സ്വരരാഗമായി കിളിവാതിലിൽ പല പുസ്തകാവ് തോറും പ്രേമ പൂജ ദീപമായി രൂപമായി പല പുസ്തകാവ് തോറും പ്രേമ പൂജ ദീപമായി രൂപമായി ദീപമായി രൂപമായി
എന്റെ ബോയ് ഫ്രണ്ടിന് പ്രൈസ് നേടുമതി. എന്റെ ബോയ് ഫ്രണ്ട് അല്ല, ലവർ. ഓ, അവിടെ ലവ്. വെറും ലവ് അല്ല, ഒരു ആത്മാവും 2 ശരീരവും. അര ആത്മാവുമായിട്ട് ഓട്ടിച്ചാൽ പൊട്ടിയത് തന്നെ. പോടി, എന്റെ മൂന്നേട്ടിന് പ്രൈസ് ഷുവർ. ചേട്ടൻ പ്രൈസ് നേടുമെന്ന് ഞാൻ ലിസിയുമായി ബെറ്റ് വെച്ചു. എന്തോന്നാ ബെറ്റ്? നാളെ അവൾ ചോക്ലേറ്റ് വാങ്ങി സ്റ്റുഡൻസിനെല്ലാം വിതരണം ചെയ്യും. ഒന്ന് എനിക്കൂടി തരണേ. തരില്ല. എങ്കിൽ അതിലും മധുരമുള്ളത് ഞാൻ കവർന്നെടുക്കും. എന്തോന്ന്? നിന്നെ കണ്ടുകൊണ്ട് ട്രാക്കിൽ ഇറങ്ങിയാൽ എനിക്ക് ഇരട്ടി കുതിരശക്തിയാണ്. അയ്യോ, അത് കുഴപ്പമാണ്. ഒരു കുഴപ്പമില്ല. എന്നെ കാണുമ്പോൾ നിനക്ക് കിരികിരിപ്പാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. അത് കള്ളമാണ്. എനിക്ക് ചേട്ടനെ ഓർത്താ മതി. കണ്ണ് കരിങ്കൂവള പൂക്കള്. ആളൊരു സുന്ദരിയാണല്ലോ. അളിയ പോകാതെ ഞങ്ങൾ കൂടി ഒന്ന് ഗവനിച്ചിട്ട് പോ. നന്ദിനിക്കുട്ടി, ഞങ്ങളും ചെറുപ്പക്കാരാ. പ്രേമിക്കാൻ ഞങ്ങൾക്കും അറിയാം. അളിയ ഇപ്പൊ കൊണ്ടുപോ, പിന്നീട് ഞങ്ങൾ ഗവനിക്കണം. ഗവനിക്കണം അല്ലേ? പിന്നീട് വേണ്ട, ഇപ്പൊ തന്നെ ആകാം.
മുകുന്നേട്ടൻ സ്പോർട്സിൽ 3 ഇനങ്ങളിൽ പ്രൈസ് നേടി ചാമ്പ്യനാണ്. രണ്ടുപേരും കൂടെ ഞാൻ ഓടിയും ചാടിയും കളിച്ചു നടന്നാ മതി, പഠിക്കണ്ട. പഠിത്തത്തിന് കുഴപ്പമൊന്നുമില്ല. ആ അമ്മായി, ഞാൻ ഇന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് വീട്ടിലേക്കുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറയും. മോളെ, ആ എണ്ണയും സോപ്പും അങ്ങ് എടുത്തു കൊടുക്ക. സോപ്പ് വേണ്ടേ? ഓ, മറന്നുപോയി. നീ എന്നേക്ക് പാവം. എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഓടുന്നത്? എനിക്ക് റെയിൽവേയിൽ ജോലി കിട്ടി. സ്പോർട്സ് കോട്ടയിലാണ് കിട്ടിയത്. ഓ, അതുകൊണ്ടാണോ നീ വിവരം പറയാൻ വേണ്ടി ഓടി വന്നത്? സന്തോഷമായി, എന്റെ മോന് ജോലി കിട്ടിയല്ലോ എന്ന് വെച്ച് ഓടി നെഞ്ചു കലക്കരുത്. ഞാൻ സ്പോർട്സിൽ താല്പര്യം കാണിച്ചതിന് അച്ഛനെ കുറ്റപ്പെടുത്തായിരുന്നല്ലോ. ഇപ്പോഴോ മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിലാണ് എന്നെ നിയമിച്ചിരിക്കുന്നത്. ഉദ്യോഗവുമായി നീയങ്ങ് പോയാൽ എനിക്കൊരു അന്തിക്കുട്ടിന് ആരുണ്ട്? അതുകൊണ്ട് നന്ദനിക്കുട്ടിക്ക് ഒരു മുണ്ട് വാങ്ങിച്ചു കൊടുത്ത് ഇവിടെ നിർത്തിയിട്ട് പോയിക്കൊള്ളണം. കല്യാണം കഴിഞ്ഞാൽ അവൻ പെണ്ണിനെ കൊണ്ട് അങ്ങ് പോകും. പിന്നെ അവരുടെ മുഖം ഒന്ന് കാണാൻ നമ്മൾ തപസ്സിരിക്കണം. ഓണത്തിന് ഓരോ കോടി മുണ്ടുമായി വന്നാലായി, അതും ഒരു കൊച്ചുണ്ടാകുന്നവരെ. ഞങ്ങൾ അച്ഛനെ അമ്മയൊന്നും മറക്കില്ല. ഉറപ്പാണോ? എന്നാ നിങ്ങളുടെ കല്യാണം ഞാൻ ഉടനെ നടത്തിത്തരാം. അത് നമ്മൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എന്റെ മകനെ കൊണ്ട് എന്റെ അനുജനോളെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചാൽ മതി. അതിനെതിരായിട്ട് ഭാഗീരഥി ഒന്നും പറയില്ല. ചേട്ടന്റെ തീരുമാനത്തിനപ്പുറം എനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ സുരേന്ദ്രനെ എഴുതാം. നീയും എഴുതണം. അവൻ നമ്മളോടൊന്നും ആലോചിക്കാതെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളെ സ്ഥിരതാമസമാക്കിയിരിക്കുകയല്ലേ. എന്നാലും നമ്മുടെ കടമ മറക്കണ്ട. അവധി എടുത്തോണ്ട് വരാൻ പറയാം. നീ എന്തു പറയുന്നു? എന്നാലിനി നീട്ടിവെക്കണ്ട. പത്തിമുരക്കുമ്പത്ത് തത്തക്കിളി വന്നല്ലോ, മുല്ലപ്പൂങ്കാവുകളിൽ ചെല്ലക്കുയിൽ പാടുന്നല്ലോ, നിന്റെ കരിമിഴി കവിതയും വിരിഞ്ഞല്ലോ, നിന്റെ കരിമിഴി കവിതയും വിരിഞ്ഞല്ലോ, കരിവരി വണ്ടി കൂട്ടം പോലെ കുറുരാടിയാടിക്കുന്നല്ലോ, പത്തിമരക്കുമ്പത്ത് തത്തക്കിളി വന്നല്ലോ, മുല്ലപ്പൂങ്കാവുകളിൽ ചെല്ലക്കുയിൽ പാടുന്നല്ലോ. പോലെ പൂത്ത് നിൽക്കുന്ന പൊന്നിലഞ്ഞി
തൊട്ടില്ലാമോദമായി എന്നാശ പോലെ പൂത്ത് നിൽക്കുന്ന പൊന്നിലങ്ങി ചോട്ടില്ലാമോദമായി അതിരാ കുളിരു പോ ആവണി പുലരി പോ അതിരാ കുളിരു പോ ആവണി പുലരി പോ പ്രിയ സഖിനിയും വന്നു ചേർന്ന ഗാനം പാടി അത്തിമുരക്കൊമ്പത്ത് തത്തക്കിളി വന്നു മുല്ലപ്പൂങ്കാവുകളിൽ ചെന്നക്കുയിൽ പാടുന്നു മണിയറയിൽ നീ മധുരവുമായി അകതാരിൽ പൊൻകിനാവായി വന്ന മണിയറയിൽ നീ മധുരവുമായി അകതാരിൽ പൊൻകിനാവായി വന്ന മൃത്യുവിനപ്പുറം നിൽക്കുമാ സ്വർഗവും മൃത്യുവിനപ്പുറം നിൽക്കുമാ സ്വർഗവും ഒരു മൃദുസ്മേരം ചുണ്ടിൽ തൂകി നിനക്കായി അത്തിമുരക്കൊമ്പത്ത് അത്തക്കിളി വന്നല്ലോ മുല്ലപ്പൂങ്കാവുകളിൽ ചെല്ലക്കുയിൽ പാടുന്നല്ലോ നിന്റെ കരിമിഴിയോ കവിതയും വിരിഞ്ഞല്ലോ നിന്റെ കരിമിഴിയോ കവിതയും വിരിഞ്ഞല്ലോ കരിവരി വണ്ടിൻ കൂട്ടം പോലെ കുറനിരാടിയാടി നിൽക്കുന്നല്ലോ അത്തിമുരക്കൊമ്പത്ത് അത്തക്കിളി വന്നല്ലോ മുല്ലപ്പൂങ്കാവുകളിൽ ചെല്ലക്കുയിൽ പാടുന്നല്ലോ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ വിവാഹവും കൂടെ കഴിഞ്ഞപ്പോ ഞാൻ 90% കന്നഡക്കാരനായി മാറി. നന്ദിനിക്കുട്ടിയെ നല്ല നിലയിൽ ആരുടെയെങ്കിലും കൂടെ അയച്ചു കഴിഞ്ഞാൽ അമ്മയും കൂടി അങ്ങ് കൊണ്ടുപോകണം. തറവാട് ഇക്കാലത്ത് ആരെങ്കിലും തറവാടും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാറുണ്ടോ മുകുന്ദൻ? അമ്മേ, അമ്മായി തറവാട്ടിൽ നിന്ന് മാറി താമസിക്കില്ല. ഇതുപോലെ എത്ര അമ്മായിമാർ തറവാടും വിറ്റ് പോയിരിക്കുന്നു. പ്രീ ഡിഗ്രി ജയിച്ച ശേഷം നന്ദിനിക്കുട്ടിയെ തുടർന്ന് കോളേജിലേക്കായിരുന്നു. എന്താണ്? അവൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതി. അത് അമ്മയാണോ തീരുമാനിക്കുന്നത്? പഴയ കാലമൊന്നുമല്ല. ഇവൾക്ക് ജോലിയുള്ള ഒരു ഭർത്താവ് വരുമ്പോൾ ഇവൾക്കും നല്ലൊരു ഉദ്യോഗം കിട്ടത്തക്ക വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ? അല്ലേ മുകുന്ദൻ? വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. തുടർന്ന് പഠിക്കേണ്ടെന്ന് നീ പറഞ്ഞോടി. പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കേട്ടില്ലേ? ഏതായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. അവളെ തുടർന്ന് പഠിപ്പിക്കാൻ പോകുന്നു. നിന്റെ അമ്മാവൻ മറ്റൊരു കാര്യമാ പറയുന്നത്. അവളുടെ വിവാഹം നടത്തണമെന്നായിരിക്കും. അതെ. അതിന് ഞാനെതിരല്ല. വിദ്യാഭ്യാസം വിവാഹ ജീവിതത്തിന് തടസ്സമൊന്നുമല്ലല്ലോ. അവളെ പഠിപ്പിക്കണം. അവളുടെ ഭർത്താവിന് അവളൊരു ഭാരമാകരുത്. ഇനിയിപ്പോ ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ കിട്ടുകയില്ല. അതിവിടല്ലേ. ഞാൻ അവളെ എന്റെ കൂടെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകും. 2 കൊല്ലത്തിനകം ക്ലാസ്സോടെ ഡിഗ്രി എടുത്തു കൊടുക്കും. ഞാൻ അവിടെ ഏറ്റവും വലിയൊരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലെ ചീഫ് മെക്കാനിക്കാണ്. വലിയ ആളുകളൊക്കെ എന്റെ പരിചയക്കാരാണ്. അവൾ ഡിഗ്രി എടുക്കട്ടെ. അല്ലേ മുകുന്ദൻ? നല്ലതാണ്. അമ്മയെ തനിച്ചാക്കി ഓടി. അമ്മയ്ക്ക് കൂട്ടിരിക്കുന്നു. നീ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ പോയാൽ അമ്മയ്ക്ക് കൂട്ടാരാണ്? ഇത് ഞാൻ തീരുമാനിച്ചു.
എപ്പോഴാണ് യാത്ര? നാളെ രാവിലെ. ഇനി എന്താണ് കാണുന്നത്? അവധിക്കാലത്തൊക്കെ അയക്കാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ആ, കണ്ടറിയണം. അയക്കാതിരിക്കില്ല. അമ്മ ഇവിടെ ഇല്ലേ? മുകുന്നേട്ടൻ ജോലി സ്ഥലത്തേക്ക് എന്ന് പോകും? ഒരാഴ്ചക്കകം പോകണം. ഞാനിവിടെ ആയാലും ചേട്ടൻ ജോലി സ്ഥലത്തേക്ക് പോയാ എന്നും കാണാനൊക്കില്ലല്ലോ. അതാണൊരു സമാധാനം. നന്ദിനിക്കുട്ടി ഇവിടെ ആയിരുന്നെങ്കിൽ എനിക്കൊരു വേർപാടിന്റെ ദുഃഖം വരില്ലായിരുന്നു. എന്നാൽ ഇന്ന് ബാംഗ്ലൂർക്ക് കൊണ്ടുപോകണ്ടെന്ന് ചേട്ടന് പറയാമായിരുന്നല്ലോ. നിന്റെ സഹോദരനാണ് വിളിക്കുന്നത്. നിന്നെ പഠിപ്പിക്കാനാണ് വിളിക്കുന്നത്. ഞാൻ എങ്ങനെ തടസ്സം പറയും? ഏതായാലും മനസ്സമാധാനത്തോടെ പോകൂ. ഞാനും പോയി ജോലിയിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞിട്ട് ഭാവിയെപ്പറ്റി നമുക്ക് തീരുമാനമെടുക്കാം. ആഴ്ചയിൽ ഓരോ എഴുത്തുകൾ എനിക്ക് അയക്കണം. സന്തോഷത്തോടെ പോകൂ. അവിടെ ചെന്നിരുന്ന് എഴുത്തയക്കണം. ടെലഗ്രാം തരാം. എന്നാൽ ഇനി താമസിക്കണ്ട. രാഹുകാലത്തിന് മുമ്പ് പുറപ്പെടണം. പോയിട്ട് വരട്ടെ അമ്മേ. വരൂ. അമ്മായി, മുകുന്ദനോ, ഈ വീട് കിളി ഒഴിഞ്ഞ കൂടുപോലായി. നീ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ മോനെ. ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. എന്ന് പോകും? നാളെ രാവിലെ. അമ്മായിയോട് യാത്ര പറയാൻ വന്നതാണ്. എന്ന് വരും? അവിടെ ചെന്ന് ചാർജ് എടുത്ത ശേഷം ഒരു താമസ സൗകര്യമൊക്കെ ഉണ്ടാക്കണമല്ലോ. കഴിയുന്നതും വേഗം കുറേ ദിവസത്തെ അവധി എടുത്തു വേണം. നമുക്ക് ബാംഗ്ലൂരിലേക്കൊന്ന് പോകണം. എത്രയും വേഗം നിങ്ങളുടെ വിവാഹം നടത്തണം. ഓ, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് കഴിയാൻ വയ്യ. പോയിട്ട് നന്ദിനിക്കുട്ടി ഒരു എഴുത്ത് പോലും അയച്ചില്ല. സുഖമായി ചെന്ന് ചേർന്നെന്നും നന്ദിനിക്കുട്ടിയെ താമസിയാതെ ട്യൂട്ടോറിയൽ ചേർക്കുമെന്നും സുരേന്ദ്രന്റെ ഒരു കത്തുണ്ടായിരുന്നു. നീ അവൾക്ക് എഴുതിയോ? എഴുതി. മറുപടി വരും. മദ്രാസിൽ ചെന്നിട്ട് അവിടുത്തെ മേൽവിലാസം വെച്ച് ഒരു കത്തയക്കണം. അയക്കാം. ഞാൻ പോയിട്ട് വരട്ടെ അമ്മായി. ഉം.
എന്നാ മിസ്റ്റർ മുകുന്ദൻ ரொம்ப நேரமா யோசனையில இருக்கீங்களே ഒരാഴ്ചത്തെ അവധിയുണ്ട് വീട്ടിലൊന്ന് പോയാലെന്താന്ന് ആലോചിക്കുകയാണ്. ഏതായാലും നീ അവിടെ വരെ ഒന്ന് പോയേച്ചോ. ഒരു എഴുത്തയക്കാൻ പോലും അവർക്ക് മനസ്സ് തോന്നാത്ത സ്ഥിതിക്ക് അവൻ എന്തിനാ പോകുന്നത്? അവൾക്ക് പോലും ഒരു എഴുത്തയക്കാൻ തോന്നിയില്ലല്ലോ. നന്ദിനിക്കുട്ടി സുഖമില്ലാതെ കിടക്കല്ലേ അമ്മേ? ശരി, നന്ദിനിക്ക് സുഖമില്ല, അതും പറഞ്ഞാണല്ലോ ഭാഗീരഥ ഇവിടുന്ന് കൊണ്ടുപോയത്. അവക്കെങ്കിലും ഒരു കത്തയക്കാൻ മേലാഞ്ഞു. എന്തായാലും നീ ഒന്ന് പോയേച്ചു വാ. ഒരു കാര്യം തീർത്ത് പറഞ്ഞേക്കണം, അടുത്ത മകരത്തിൽ നിങ്ങളുടെ കല്യാണം നടക്കണം. പിന്നെ അവളെ പഠിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കും. എന്ന് പോവും? മദ്രാസിൽ ചെന്നിട്ട് ഉടനെ വെക്കളാം. മുകുന്ദൻ, വാ മോനെ, വാ. ഞാൻ നാട്ടിൽ ചെന്നപ്പോഴാണ് അമ്മായി പോകുന്ന വിവരം അറിഞ്ഞത്. നന്ദിനിക്കുട്ടി പോലും എനിക്കൊരു കത്തയച്ചില്ല. അവൾക്ക് എന്താണ് അസുഖം? നന്ദിനിക്കുട്ടി ഇവിടെ ഇല്ലേ? ഇല്ല. അസുഖം കുറവില്ലേ? എന്താണ് അമ്മായി അസുഖം? കൂടുതലാണോ? ആശുപത്രിയിലാണോ? അവളുടെ വിവാഹം കഴിഞ്ഞു. എന്താണ് തങ്കവേലു? എന്താണ്? എന്തിനാ? എന്താണോ തനിക്ക്? ഞാൻ സാറിന് ശാപ്പാടോട്ട് വരികയായിരുന്നു. മുറ്റത്ത് വന്ന് പാക്കുമ്പോൾ നിൽക്കുന്നു സാറേ. അയ്യോ, ആര്? ഒരു പൊണ്ണ്. സാർ ഏർപ്പാട് ചെയ്ത് വരുത്തിയാന്ന് നിனைச்சு ഞാൻ ചിരിച്ചുകിട്ടേ അടുത്ത് ചെന്ന് നിന്ന നിലയിലെ അന്റെ പൊണ്ണെ കാണോ? ഒരു കറുത്ത പൂനെ മേലെ ചാടി. ഞാൻ ഭയന്നിട്ട് സാർ രണ്ടും കഴിഞ്ഞു. തനിക്ക് തോന്നിയതായിരിക്കും. അല്ല സാർ, കടവുൾ സത്യമായി ഞാൻ കണ്ടതാ. അന്ന് ഞാൻ ഉങ്ങൾക്കിട്ട് சொன்னதா இந்த വീട് വാടകയ്ക്ക് എടുക്ക വേണ്ട, ഇത് പേരുള്ള വീടാണെന്ന്. ഞാൻ ഇനി എപ്പോഴും വീട്ടിലേക്ക് പോകും. ഇന്ന് ഇവിടെ കിടക്കാം.
അയ്യോ അത് മുടിയാതെ എന്റെ സംസാരം ഒറ്റയ്ക്ക് കിടക്കാതെ അവൾക്ക് എന്നെക്കാൾ ഭയമാക്കും. ആളും അനക്കമില്ലാത്ത ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വേലയ്ക്ക് വരണ്ടായിരുന്നു. മേലധികാരികൾ തീരുമാനിച്ചാൽ വരാതെ പറ്റുമോ? സാറിന് എന്നെ പറമ്പീന്ന് ഒന്ന് പുറത്തേക്ക് വിടാം. ലൈറ്റ് എങ്കെ? ലൈറ്റ് വേണ്ട, വരൂ കടവുളെ വരൂ. എന്താ വണ്ടി ഇനി പൊയ്ക്കോട്ടെ? ആ പൊയ്ക്കോളൂ. ഞാൻ വീട്ടിൽ ചെല്ലുവോ? അയ്യോ അയ്യോ എന്താ അല്ല, ഇതേ നമ്മുടെ റെയിൽവേ തങ്കവേലല്ലേ? ഇത് നമ്മുടെ മന്ത്രവാദി മാമൻ. എടാ, ആണുങ്ങളായ കുറച്ച് ധൈര്യം വേണം. നാട്ടുകാരെ മുഴുവൻ നീ ഭയപ്പെടുത്തി കളഞ്ഞല്ലോടാ. அதுதான் எனக்கு சொல்ல வேண்டியது. நீங்கள் மந்திரவாதி சொல்லிட்டு நீங்களும் பயமில்லை? பயந்தோ? ആര്? ഞാനോ? എടാ, ഈ എച്ചി, ഒടിയൻ, വടിയൻ, മറത, ആനമറത, ഈ നമ്പേച്ചി മുതലായവയെല്ലാം ചില്ലറയായും മൊത്തമായും പിടിച്ചു കെട്ടിയുള്ളവരാണ്. എനിക്ക് ഭയോ, കഷ്ടം. മതി മതി, രണ്ടുപേരും ധൈര്യശാലികളാ, സമ്മതിച്ചു. ബാബാ, ഞങ്ങൾക്ക് പോയി കിടന്ന് ഉറങ്ങണം. ഏതായാലും ഇത്രയ്ക്കായ സ്ഥിതിക്ക് നീ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിത്താ. അപ്പൊ നാളെ എപ്പോഴും വീട്ടിൽ പോകും? ഇന്ന് ഞാൻ കൊണ്ടാക്കി തരും. ഈ രാത്രിയിലോ? അല്ല, നാളെ രാവിലെ. വാ വാ, ഇതൊക്കെയല്ലേ സ്നേഹബന്ധം എന്ന് പറഞ്ഞ. പിന്നെ എന്താ പോയി മാമൻ നിൽക്കുന്നത്? വാഴയുടെ കാറ്റത്ത് ഇങ്ങനെ ആടി കളിച്ചു. നിനക്ക് ഞാൻ എന്ത് പേടിക്കാൻ? അവൻ നിന്നെ വല്ലതും ചെയ്താൽ അവന്റെ കഥ ഞാൻ കഴിക്കും. അവൻ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. വേണ്ടി വന്നാൽ അവന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും. നീ പേടിക്കേണ്ട പറ്റില്ല. ഇതുപോലെ എത്ര പേരെ ഞാൻ ശരിയാക്കിയിരിക്കുന്നു. പങ്കി, എടി പങ്കി, കഥക് തേടി. കഥക് തുറക്കുന്നുണ്ടോ ഇല്ലയോ? കഥക് തുറക്കാനാണ് പറഞ്ഞത്. പങ്കി. ആരാത്? ഉറങ്ങിപ്പോയി. ആരാത്? കഥക് തുറക്കാൻ. നിങ്ങളാണോ? എവിടായിരുന്നു ഇതുവരെ? ഭയങ്കര ഉറക്കായിരുന്നു. എന്താ നോക്കുന്നത്? ആരാടെയും കൊള്ള പേശിക്കിട്ടേ ഇരുന്നത്? വർത്താനം പറഞ്ഞോ? ആരാണെന്ന്? ഇവിടെ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്? ഉണ്ണേ സോറി, ഞാൻ പുറത്തു വന്നപ്പോൾ ഉള്ളേ ആരോ ആണുങ്ങൾ പേശുന്നത് കേട്ട്. കേട്ടോ? ആമാ. അയ്യോ എന്റെ അമ്മേ, അയ്യോ അയ്യോ. എന്താടി, എന്നാച്ച്? ചില ദിവസങ്ങളിൽ ഞാനും ഇങ്ങനെ ആരാണ്ട് പുരുഷന്മാര് സംസാരിക്കുന്നത് പോലെ കേൾക്കാറുണ്ട്. എണീറ്റ് ലൈറ്റിട്ട് നോക്കുമ്പോ ആരെയും കാണില്ല. ഇന്ന് എന്താഴ്ചയാണ്? വെള്ളിക്കിഴമേ. തന്നെ തന്നെ പ്രേതാണ്. എനിക്ക് പേടിയാവുന്നു. ഞാനീ മുറി കിടക്കില്ല. നീ ചൊല്ലുന്നത് നേരാണോ പങ്കി? നേരാണ്.
ഞാനും സംസാരം കേൾക്കാറുള്ളതല്ലേ, ഞാനത് വിശ്വസിച്ചില്ല. നിങ്ങളിവിടെ കേട്ടപ്പം എനിക്ക് വിശ്വാസമായി. നമുക്ക് ഈ മുറിയിൽ കിടക്കണ്ട, അടുക്കളയിൽ പടുക്കല. എനിക്ക് വേറെ അനുഭവം ഉണ്ടായി. ഇത് വെള്ളിക്കിഴമയാണ്. വാ വാ. എന്നെ പരീക്ഷിക്കാൻ വരുന്നവരെ ഞാൻ കൊല്ലും. ഞാൻ ഇനിയും വരും. ആ കാണുന്ന ബംഗ്ലാവിൽ ആരാ താമസിക്കുന്നത്? ക്യാപ്റ്റൻ MK നായർ റിട്ടയർ ചെയ്തിട്ട് 2 കൊല്ലമായി. അദ്ദേഹത്തിന്റെ കെട്ടിടമാണ് നിങ്ങൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. എനിക്ക് അവിടം വരെ ഒന്ന് പോകണം. പോയിട്ട് വരൂ. ലോക്കൽ ട്രെയിനിൽ ടിക്കറ്റ് കൊടുക്കാൻ 2 മണിക്കൂർ സമയമുണ്ടല്ലോ. ഇവിടെ വരൂ, ഇവിടെ വരാൻ. ഇവിടെ വരൂ, തങ്ങവരൂ, വരൂ. അയ്യോ, താനൊരു പേടിത്തോണ്ടനായിപ്പോയല്ലോ. പകലും തനിക്ക് എന്നെ കണ്ട പേടിയാണ്. മന്ത്രവാദി മാമ എനിക്ക് കാണണ്ട, നനച്ചാല് ഭയമാകും. അതിരിക്കട്ടെ, തന്റെ ലോക്കൽ എത്ര മണിക്കാ? എതുക്ക്? എനിക്ക് ഒറ്റപ്പാലം വരുന്നു പോകണം. എന്നെ വിശേഷം? അതൊരു പ്രമാദമായ വിഷയമാണ്. അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവത്തില്ല, എങ്കിലും പറയാം. സ്ഥലത്തെ ഒരു പ്രമാണിയുടെ മകളാണ് കഥാപാത്രം. സൗന്ദര്യവതിയായൊരു പെൺകുട്ടി. പക്ഷെ കുഴപ്പം, സന്ധി കഴിഞ്ഞ ശരീരത്തിൽ നൂൽബന്ധമില്ലാതെ നടക്കൂ. അതെന്നെ അപ്പടി? അതിന്റെ പേരാണ് ഡിഫിൽ ഗുണാരി. ആ പ്രേതമാണ് ആ കുട്ടിയുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നത്. ലോകത്തുള്ള എല്ലാ മന്ത്രവാദികളും ഒന്ന് നോക്കി ഓടി. വിവരക്കേട് പറയാതെ മന്ത്രവാദികൾ ഓടി. അവസാനം പ്രമാണി എന്റെ കാൽക്കൽ വന്നു വീണു. സമയമുണ്ടായി ചെല്ല തങ്കവേലു. പാവപ്പെട്ടൊരു പെൺകുട്ടി രക്ഷപ്പെടുന്നില്ല, രക്ഷപ്പെട്ടോട്ടെ കരുതി. തങ്കവേലു, നിന്റെ ലോക്കൽ എത്ര മണിക്കാ? 2 മണിക്കൂർ കഴിഞ്ഞാ വരൂ. അപ്പൊ മാമ ഇവിടെ നിൽക്കി, ഞാൻ ഇപ്പൊ വരാം. തങ്കവേലു, ഞാൻ ഇവിടെ നിൽക്കാനോ? അപ്പൊ ലോക്കൽ ഇതുവഴി വരുമോ? വെറുതെ പറയില്ല, ഞാൻ സ്റ്റേഷനിൽ പോവാം. എന്ത് വേണം? ക്യാപ്റ്റൻ നായരില്ലേ? ഉണ്ട്, കയറിയിരിക്കൂ. ഇരിക്കൂ. ആരാ? എന്താ വന്നത്? ഞാൻ റെയിൽവേ സ്റ്റേഷനിലെ ബുക്കിംഗ് ക്ലർക്കാണ്. ഇന്നലെ രാത്രി അങ്ങയുടെ ഭാര്യയെ സ്റ്റേഷൻ അടുത്ത് വെച്ച് കണ്ടു. സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് ട്രെയിൻ ഔട്ട്യാർഡിൽ നിന്നപ്പോൾ ഇറങ്ങി നടന്നു എന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് പോരാൻ എന്റെ ടോർച്ച് ലൈറ്റ് വാങ്ങിച്ചു. നിങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് എന്റെ ഭാര്യയെ കണ്ടോ? ഇല്ല, ഒരു സ്ത്രീയെ. വരൂ. ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയാണോ നിങ്ങൾ റെയിൽവേ ട്രാക്കിൽ കണ്ടത്? അതെ.
ഇതാണോ നിങ്ങളുടെ ടോർച്ചർ? അതെ. ഭാര്യയെന്ന് കണ്ടാ കൊള്ളാമായിരുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയെ? അതെ. പറ്റില്ല. അവൾ 1.5 വർഷം മുമ്പ് മരിച്ചുപോയി. ഇരിക്കൂ. അല്പം വിസ്കി കഴിക്കുന്നു? വേണ്ട. എന്താ പേര്? മുകുന്ദൻ. നന്ദിനിക്കുട്ടിയുടെ അമ്മാവന്റെ മകനാണോ? അതെ. നിങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നു? അതെ. ഞാൻ നന്ദിനിക്കുട്ടിയെ വിവാഹം കഴിക്കാനിടയായ സാഹചര്യം അറിയാമോ? അറിയില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു മിലിറ്ററി ഓഫീസറായിരുന്ന ഞാൻ പ്ലെയിൻ ക്രാഷിൽ ഒരു കാല് നഷ്ടപ്പെട്ട ശേഷം റിട്ടയർ ചെയ്ത് ബാംഗ്ലൂരിൽ താമസമാക്കി. ബാംഗ്ലൂർ മലയാളികളുടെ ഇടയിൽ എനിക്ക് നല്ലൊരു സ്ഥാനമുണ്ടായിരുന്നു. ഒരു ദിവസം നന്ദിനിക്കുട്ടിയുടെ സഹോദരൻ സുരേന്ദ്രൻ എന്നെ ഡിന്നറിന് ക്ഷണിച്ചു. താങ്ക്സ്. Cheers. സാറിന്റെ ഫ്ലാറ്റിൽ സാറ് തനിച്ചാണോ? സർവേഴ്സ് ഉണ്ട്. നാട്ടിൽ നിന്ന് ആരെയും വരുത്താത്തത്? എനിക്ക് അടുത്ത ബന്ധുക്കളായി ആരുമില്ല. നാട്ടിൽ കുടുംബമായ ഒരു വീടും എസ്റ്റേറ്റിൽ ഞാൻ പണിയിപ്പിച്ച ഒരു വീടും താമസിക്കാൻ ആളില്ലാതെ ഒഴിഞ്ഞു കിടന്നു. ഇവിടെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന് ഒരു 8-10 ലക്ഷം രൂപ കിട്ടും. ബാംഗ്ലൂർ നല്ല തുക ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ ക്രാഷിൽ കാല് നഷ്ടപ്പെട്ടതിനുള്ള ഇൻഷുറൻസും മറ്റ് ആനുകൂല്യങ്ങളും ഉടനെ തന്നെ കിട്ടും. ഫുൾ പെൻഷനും. ഇതൊക്കെ ഒടുവിൽ സർക്കാർ തന്നെ കൊണ്ടുപോകും. വിവാഹം കഴിക്കാത്തതിൽ ഇപ്പൊ ദുഃഖം തോന്നുന്നുണ്ടോ? ഇതുവരെ വിവാഹം കഴിക്കാന്നുള്ള ചിന്ത ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ചിന്തിച്ചിട്ടും കാര്യമില്ല. വയസ്സായി, ഒരു കാലമില്ലാത്ത എനിക്ക് ആര് പെണ്ണ് തരാൻ? അങ്ങനെയൊന്നും വിചാരിക്കരുത്. സാറിന്റെ സോഷ്യൽ സ്റ്റാറ്റസും സാമ്പത്തിക ചുറ്റുപാടും വെച്ച് നോക്കുമ്പോൾ ഏത് പെണ്ണിനെയും സാറിന് കിട്ടും. എന്റെ സിസ്റ്ററാണ്. നമസ്കാരം. നന്ദിനിക്കുട്ടി, സാറിനെ അറിയോ? ക്യാപ്റ്റൻ MK നായർ, ബാംഗ്ലൂർ മലയാളികളുടെ ഇടയിലെ ഏറ്റവും പ്രമാണിയായ മനുഷ്യൻ. അത്ര വലിയ പ്രമാണിയൊന്നും അല്ല കേട്ടോ. ആഹാ, നന്ദിനിക്കുട്ടിയോ? വരൂ. ഇരിക്കൂ. എന്താണ് തനിച്ചു വന്നത്? അങ്ങയോട് അല്പം സംസാരിക്കാനുണ്ട്. പറയൂ. അങ്ങനെ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നതായി അറിഞ്ഞു. ശരിയാണ്. ചേട്ടൻ എന്നെ നിർബന്ധിക്കുന്നു. അമ്മയെ നാട്ടിൽ നിന്ന് വരുത്തിയിരിക്കുന്നു. സന്തോഷം. എനിക്കൊട്ടും സന്തോഷമില്ല. ഞാൻ ഈ വിവാഹം ഇഷ്ടപ്പെടുന്നില്ല. എന്റെ അമ്മാവന്റെ മകൻ മുകുന്ദേട്ടനും ഞാനും സ്നേഹത്തിലാണ്. ചെറുപ്പത്തിൽ ഒരു ബോയ് ഫ്രണ്ടെങ്കിലും ഇല്ലാത്ത ഏതെങ്കിലും പെൺകുട്ടി കാണുമോ നന്ദിനിക്കുട്ടി? വെസ്റ്റേൺ കൺട്രീസിൽ ഒരു ബോയ് ഫ്രണ്ടെങ്കിലും ഇല്ലാതിരിക്കുന്നത് പെൺകുട്ടിക്ക് അയോഗ്യതയാണ്. ഞാനും മുകുന്ദേട്ടനും തമ്മിൽ വേർപെടുത്താൻ വയ്യാത്ത മട്ടിൽ ഹൃദയം കൊണ്ട് അടുത്തുപോയി. അതിൽ കാര്യമില്ല. അതൊക്കെ മറന്നേക്കൂ. നമ്മുടെ വിവാഹ കാര്യം എന്റെ ഫ്രണ്ട്സ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് നാട്ടിൽ പോയി
ഒരു പുതിയ ജീവിതം ആരംഭിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ ഈ ഫ്ലാറ്റ് പോലും വിറ്റ് കഴിഞ്ഞു. ഇനി നമ്മുടെ വിവാഹം മുടങ്ങുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. നന്ദിനിക്കുട്ടി പൊയ്ക്കോളൂ. എന്താ സുരേന്ദ്ര? നന്ദിനിക്കുട്ടിയെ കാണാനില്ല. എന്തെങ്കിലും സംശയമുണ്ടോ? അവളുടെ ഡ്രസ്സും അലമാരയിൽ 100 രൂപയും എടുത്തിട്ടുണ്ട്. എങ്കിൽ വിഷമിക്കാനൊന്നുമില്ല. സുരേന്ദ്രൻ ഡ്രിങ്ക്സ് കഴിക്കും. അവൾ എവിടെ പോയോ? ഈവനിങ് ട്രെയിനിൽ നാട്ടിലേക്ക് പോയി കാണും. വിഷമിക്കണ്ട, ഞാൻ വേണ്ടത് ചെയ്യാം. Come in. കരയണ്ട, നന്ദിനിക്കുട്ടി വരുന്നുണ്ട്. ആത്മഹത്യ ചെയ്തിരിക്കില്ല എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ? ഉടനെ വരും. അവൾ എവിടെയായിരുന്നു? എങ്ങനെ കണ്ടുകിട്ടി? ജോലാർപേട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് തിരിച്ചയച്ചു. എനിക്കും തോന്നി അവൾ നാട്ടിലേക്ക് പോയിരിക്കുമെന്ന്. ഇവിടെയുള്ള മലയാളികളെല്ലാം സംഭവം അറിഞ്ഞിരിക്കുന്നു. എന്റെ മാന്യതയ്ക്കേറ്റ ഒരു അടിയായി പോയി. ക്ഷമിക്കണം സാർ. യെസ്, യു ക്യാൻ ഗോ. വരൂ നന്ദിനിക്കുട്ടി. എടി, നോ, ഞാനാണ് സംസാരിക്കേണ്ടത്. നന്ദിനിക്കുട്ടി, എന്റെ അഭിമാനത്തിനാണ് മുറിവേറ്റിരിക്കുന്നത്. നമ്മുടെ വിവാഹം തീരുമാനിച്ച ശേഷം ഞാൻ ബാംഗ്ലൂർ വിടാനുള്ള എല്ലാ ഏർപ്പാടുകളും പൂർത്തിയാക്കിയതാണ്. ഇനി ഞാനിവിടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. എത്രയും വേഗം നമ്മുടെ വിവാഹം നടക്കും. നമ്മൾ ഒരുമിച്ച് എന്റെ നാട്ടിലേക്ക് പോകും. ഇത് മാറ്റമില്ലാത്ത തീരുമാനമാണ്. സുരേന്ദ്രൻ, നിങ്ങൾ പറഞ്ഞതുപോലെ സ്വന്തം നിലയിൽ ഒരു വർക്ക്ഷോപ്പ് നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. കഴിയുന്നതും വേഗം ഒരു ചെറിയ ചടങ്ങിൽ വെച്ച് ഈ വിവാഹം നടക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. നന്ദിനിക്കുട്ടി, നിന്നെ ജോലാർപേട്ടയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം നീ ഒരക്ഷരം സംസാരിച്ചിട്ടില്ല. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. ഈ മൗനം അവിടെ അവസാനിപ്പിച്ചുകൂടെ? ഈ വിസ്കി ബോട്ടിൽ എടുത്ത് അല്പം ഒഴിക്കൂ.
ആ ഗ്ലാസ്സിലും ഒഴിക്കൂ. ഒഴിക്കൂ. ഇരിക്കൂ. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. മറന്നേ പറ്റൂ. നമ്മളിന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. സന്തോഷം നിറഞ്ഞൊരു ജീവിതം നമുക്ക് ആരംഭിക്കാം. സന്തോഷം നിറഞ്ഞൊരു ജീവിതം എനിക്കിനി ഉണ്ടാവില്ല. കാരണം അങ്ങയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മദ്യം കഴിക്കില്ല. കുറേശ്ശെ ശീലിക്കൂ. വേണ്ട. അല്പം രുചിച്ചു നോക്കൂ. വേണ്ട. ഞാൻ പറഞ്ഞ അനുസരിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് സിപ്പ് ചെയ്തിട്ട് കളഞ്ഞേക്കൂ. ഞാൻ മണപ്പിക്ക പോലുമില്ല. വരൂ. എതിർക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാനെല്ലാം മറക്കാമെന്ന് പറഞ്ഞിട്ടും നിനക്ക് സാധിക്കില്ലല്ലേ? ഞാൻ കള്ളം പറയുകയില്ല. എനിക്ക് സാധിക്കില്ല. ഞാൻ ശ്രമിച്ചാൽ എനിക്ക് സാധിക്കില്ല. നീ എന്റെ ഭാര്യയായി ജീവിക്കുമോ? മനസ്സോടെ സാധിക്കില്ല. എന്റെ മൂന്നേട്ടന്റെ അടുത്തേക്ക് ഓടിപ്പോയി എന്നെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുവന്നു. ബലമായി വിവാഹം കഴിച്ചു. ബലം പ്രയോഗിച്ച് ഇവിടെ കൊണ്ടുവന്നു. ബലം പ്രയോഗിച്ച് ഭാര്യയാക്കാനും കഴിഞ്ഞേക്കും. എന്റെ ആത്മാവിന് എന്റെ ഈ നശിച്ച ശരീരം ഉപേക്ഷിച്ച് പറന്നു പോകാൻ കഴിയുമെങ്കിൽ ഈ നിമിഷം ഞാൻ എന്റെ മൂന്നേട്ടന്റെ അടുത്തെത്തും. നന്ദിനി, എന്നെ തൊട്ടുപോയത്. നന്ദിനിക്കുട്ടിയുടെ മരണത്തോടെ ഞാനൊരു പുതിയ മനുഷ്യനായി മാറി. പട്ടാളക്കാരന്റെ മുരടൻ സ്വഭാവം എന്നിൽ നിന്ന് പോയി. പക്ഷേ സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. എനിക്ക് യാതൊരു ജീവിത സ്വസ്ഥതയും ഇല്ലാതായി.
നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ആ വീട്ടിൽ നിന്നും മാറി ഇവിടെ താമസമാക്കി. മറ്റൊരു വിവാഹവും കഴിച്ചു. പക്ഷേ നന്ദിനിക്കുട്ടിയുടെ ആത്മാവ് ഇപ്പോഴും എന്നെ വേട്ടയാടുകയാണ്. മുകുന്ദന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കും. നിങ്ങളുടെ ആത്മാവുകൾ ഒന്നായിരുന്നു. ഞാനതിനെ വെട്ടിമുറിച്ചു. ഒന്നെനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ ആത്മാവുമായി ചേരും വരെ നന്ദിനിക്കുട്ടിയുടെ ആത്മാവ് അലഞ്ഞു നടക്കും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായി എന്തൊക്കെയോ ഉണ്ട് മുകുന്ദൻ. ഞാൻ വരട്ടെ സാർ. വരുന്നു. എന്താ? ആ പൂച്ചയെ ഓടിച്ചു കളയണം. ഓടിച്ചിട്ടത് പോകണ്ടേ? അതിനൊന്നും കൊടുക്കരുത്. ഒന്നും കൊടുക്കാറില്ല, ഒന്നും കഴിക്കാനിട്ട് വരാറുമില്ല. അത് ഈ വീട്ടിൽ നിന്ന് പോവില്ല. മാമോ മാമാ മദ്രവാദി മാമോ മാമോ நமஸ்காரம். என்ன மாமா உங்களை கண்டு ரொம்ப நாள் ஆச்சு. வாட் யூ வாண்ட்? என்ன மாமா இங்கிலீஷ் பேசுறியே? അതോ എടാ തങ്കു മാമാ ഞാൻ കുറെ നാളായി വിദേശത്തെ. പണ്ട് ഞാൻ നിന്നോടൊരു ഡിഫിൽ ഗുണാരിയുടെ കാര്യം പറഞ്ഞായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? അതിനെ ഞാൻ പിടിച്ചു. അതിനുശേഷം അവരെന്നെ വിദേശത്തേക്ക് അങ്ങോട്ട് ക്ഷണിച്ചു. അവിടെയുള്ള സകല ഡിഫിൽ ഗുണാരികളെയും പിടിക്കാൻ. അപ്പുറം പോയി പിടിച്ചു വന്നു. മാമാ മന്ത്രവാദി മാമാ. ശരി, കാര്യം ദശ പറയൂ, എനിക്ക് സമയമില്ല. മാമ എന്നെ കാപ്പാത്തണം. പറയൂ ടെൽമി. എന്റെ വീട്ടിലൊരു പേര് ഇരിക്ക്. ഇരുവില് ആക്ഷേപം കേൾക്കുന്നു. ഇത് മറ്റൊരു ഡിഫിലാണ്. സാരമില്ല, നമുക്ക് പിടിക്കാം. സമയം വെള്ളിയാഴ്ച രാത്രി 7:30. സ്ഥലം നിന്റെ വീട്. പൂശിനില 2, കിണ്ടി വലുത് 1, വാലുള്ളത്. നിലവിളക്കൊന്ന്, തുളസിയില 1 പിടി, ഭസ്മം 2 കവർ. 1 ഓറിനായിക്കോട്ടെ. പിന്നെ കുളിച്ച് സുപ്രവസ്ത്രധാരനായിരിക്കണം. ഓക്കെ? ടൈം ഈസ് ഓവർ. ഐ ആം ഗോയിങ്. ഓ, മനുഷ്യന്റെ വളർച്ച എത്ര പെട്ടെന്നാണല്ലോ. അയ്യോ ലോക്കൽ. എന്ത് പറ്റി മുകുന്ദൻ? താൻ എന്തോ വലിയ മനപ്രയാസപ്പെട്ടവരുണ്ടല്ലോ. ക്യാപ്റ്റൻ നായരുടെ വീട്ടിൽ പോയിട്ട് വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. എന്തോ നടോ കാര്യം പറ. എനിക്കൊന്നും പറയാൻ വയ്യ മുഹമ്മദ് സാറേ. ഞാൻ ആകെ തകർന്നു. എങ്ങനെ പറയണമെന്നും എന്ത് പറയണമെന്നും നിശ്ചയമില്ല. എടോ, നമ്മൾ ഈ വെളിമ്പ്രദേശത്ത് വന്ന് കിടക്കുന്നു. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അന്യോന്യം പറയാതെ പിന്നെ ആരോടാ പറയുക? പറയൂ മൂന്നൻ. പറയാം. മൂന്ന് സാറ് റൂമിൽ ചാവി കൊടുക്കും. ഇരുട്ടുന്നതിന് മുമ്പ് ഷാപ്പർ അത് വാങ്ങിക്കൊണ്ട് വയ്ക്കാം. ഇരുട്ടി കഴിഞ്ഞാൽ എന്നെ കൊന്നാൽ ഞാൻ എന്റെ പക്കം പോക മാട്ടെ. അതെന്താ? അങ്ക പേ നടമായിട്ടുള്ള വീടാണെന്ന് എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടാണ് സാറേ. പണ്ടത്തിന് ചൊല്ലാതെ. ചേടാ, നേരിട്ട് അനുഭവപ്പെട്ടാലും നമ്പ മാട്ടനെ എന്നെ ചെയ്യും. മുഹമ്മദ് സാറേ, അങ്ക മട്ടുമല്ലേ എൻ വീട്ടുക്കുള്ളേ പേ തൊന്തര പേർക്ക്. നേരത്തെ രാത്രി ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടുക്കുള്ളേ ഒരു പുരുഷന്റെ അടക്കിയുള്ള സംസാരം. ആരായിരുന്നു? പേയ് അല്ലാതാരാ? എന്നെ തവര വേറെ ആരായിരുന്നാലും പെൺജാതിയെ സംസാരിക്കാൻ അതുപോലെ. ശരി, ജാതി കൊടുക്കുക സാർ, അപ്പുറം പേശല. നീ പേടിക്കണ്ടടി പങ്കി, കഥക് തുറന്നിട്ടിരുന്നാ മതി. കണ്ടുപിടിച്ചാൽ എന്നെ സംരക്ഷിച്ചോണം. കണ്ടുപിടിച്ചിട്ട് വേണ്ടേ? അയ്യോ, പുള്ളിക്കാരൻ വരുന്നു. ഇങ്ങനെ തന്നെ നിന്നങ്ങ് സംസാരിച്ചു, തിരിഞ്ഞു നോക്കണ്ട.
ഇങ്ങനെ ഒരു പ്രേതശല്യമുള്ള ഒരു സ്ഥലം ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ അന്യനാട്ടിൽ നിന്ന് പോലും ആളുകൾ ഇങ്ങോട്ട് വരികയല്ലേ? വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും 3 തരം മുറിക്കകത്ത് സംസാരം കേൾക്കാം. ചിലപ്പോ അല്ലാത്ത ദിവസങ്ങളിലും കേൾക്കാം. അന്ന് വല്ല വാവോ ചങ്കരാന്തിയോ മറ്റോ ആയിരിക്കും. നീ നമ്മ വീട്ടിലെ പ്രദർശനത്തെ കുറിച്ച് പറയാനുണ്ട് പങ്കി. വല്ല പോംവഴി ഉണ്ടെന്നാ ചോദിച്ചത്. ഓമഴിയുണ്ട് പങ്കി. ഞാനൊരു മന്ത്രവാദി ഏർപ്പാട് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു പോംവഴിയും ഇല്ല എന്റെ തങ്കവേലു ചേട്ടാ. പലപ്പോഴും ഞാൻ ഈ പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു വിശേഷം, ഈ പ്രേതം ചിലപ്പോ തങ്കവേലു ചേട്ടന്റെ രൂപത്തിൽ നടക്കും, ചിലപ്പോ മറ്റു വല്ലവരുടെയും വേഷമായിരിക്കും, ചിലപ്പോ എന്റെ വേഷത്തിലും വരും. ചേടാ, കാര്യമില്ലാതെ മനുഷ്യരെ തെറ്റിദ്ധരിച്ചു പോവല്ലോ. പിന്നില്ലേ, തങ്കവേലു ചേട്ടന്റെ വീട്ടിനകത്ത് ഞാൻ നിൽക്കുന്നത് കണ്ടാൽ സംശയിക്കില്ലേ? പക്ഷേ ഞാനായിരിക്കില്ല, പ്രേതമായിരിക്കും. ഞാൻ തന്നെയാണോ നോക്കിയതാ? അയ്യോ, പകല് കുഴപ്പമില്ല, രാത്രി സൂക്ഷിക്കണം. പങ്കി, നേരത്തെ പോകാം. സന്ധ്യയ്ക്ക് മുമ്പ് പോയി കിടക്കണം. നേരത്തെ പോയി കിടക്ക്. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഇതുപോലെ എത്രയോ സ്വദേശിയും വിദേശിയുമായ ഡിഫിനെ പിടിച്ചവനാണ് ഞാൻ. ഇത് ഞാൻ ഏറ്റു. ചില്ലറുണ്ടോ? ഇതിനിപ്പോ ചില്ലറയുടെ ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഏറ്റു. പോക്കൂ പോക്കൂ. ഞാൻ കൊണ്ടേ പോവൂ. ഞാൻ കൊണ്ടേ പോവൂ. എനിക്കെല്ലാം മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലായി. എന്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് എനിക്കെല്ലാം മനസ്സിലായി. ഇവിടെ ഈ മുറിയിൽ, ഇവിടെ ഈ മുറിയിൽ, അതെ ഈ മുറിയിൽ കാമപ്രേമവിവശനായ ഒരു നിരാശാ കാമുകൻ വർഷങ്ങൾക്ക് മുമ്പേ ഊഞ്ഞു മരിച്ചിരിക്കുന്നു. അയ്യോ, ശരിയാണ്. അങ്ങേ വീട്ടിലെ ഗാർഡിന്റെ ഭാര്യ എന്നോട് പറഞ്ഞതാ ഈ മുറിക്കകത്ത് ഒരുത്തം കെട്ടിത്തൂങ്ങി ചത്തിട്ടുണ്ടെന്ന്. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ആ പ്രേതം ഇവിടെയൊക്കെ വരുമെന്ന്. അയ്യോ ചൊല്ലുക്കോ, ഞാൻ എന്നാ ചെയ്യണം? പൂജ, 41 ദിവസത്തെ നിരന്തര പൂജ. ചെയ്യല ஐயா, இது மட்டுமல்ல, அந்த முகத சார் வீட்டிலையும் ஒரு டிஃபில் உண்டு. അതും കൂടി ആലോചിക്കട്ടെ.
മൂന്നേട്ടാ മൂന്നേട്ടാ
രൂപമാ എന്താ മുകുന്ദേട്ട സൂക്ഷിച്ചു നോക്കുന്നത്? എന്നെ മനസ്സിലായില്ലേ? ക്യാപ്റ്റൻ നായർ പറഞ്ഞതെല്ലാം ചേട്ടനും വിശ്വസിച്ചു അല്ലേ? ഇല്ല ഇല്ല നന്ദിനി, ഞാൻ വിശ്വസിച്ചിട്ടില്ല. നീ മരിച്ചിട്ടില്ല. ഈ മുഴുവൻ വനമാണല്ലോ. വനമുണ്ട്, മറ്റു പലതുമുണ്ട്. അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഈ വനാദികളിൽ വല്ല മൃഗാദികളുണ്ടോ? കാണും കാണും അല്ലേ? സാറേ, ഇല്ല, നീ മരിച്ചിട്ടില്ല. നീ മരിച്ചിട്ടില്ല. അതെ സാറേ, ഞങ്ങളും മരിച്ചിട്ടില്ല. സാറേ, 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 സാർക്ക് എന്നാச்சு? സാർ എപ്പടി ഇങ്ങ് വന്ന് കിടന്ന്? ഞാൻ പോട്ടെ. ഇത് ശരിയല്ല. അന്ത സാറാണ്, തണ്ണി അടിക്കത്തില്ല. പിന്നെ എപ്പടി വീടിന് വെളിയിൽ കിടന്നു എന്നാണ് എന്റെ സംശയം. ഏതായാലും താൻ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ഇനി അയാളോട് ഉള്ളപ്പോ സംസാരിക്കരുത്. ഇല്ല, പേയ് ഒരിടത്ത് നോട്ടമിട്ടാൽ കൊണ്ടുപോകും സാറേ. എനിക്ക് അനുഭവമാണ്. എന്റെ കൊണ്ടാട്ടിയെ പേയ് നോട്ടമിട്ടിരിക്കുകയാണ്. അദ്ദേഹം വരുന്നുണ്ട്. ഇന്ന് കുളിച്ചില്ലേ? ഇല്ല. രാത്രി ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് പറ്റി മുകുന്ദൻ? കുറച്ചു ദിവസമായിട്ട് നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചല്ലോ. വീണ്ടും ആ പ്രയത്ന അനുഭവങ്ങളും വല്ലതും ഉണ്ടായോ? ഉണ്ടായി. നമുക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാം. അതിന്റെ ആവശ്യമില്ല. ഉണ്ട്. ഇതെല്ലാം ഒരുതരം മാനസിക രോഗമാണ്. നിങ്ങളുടെ മോഹം കണ്ടാൽ അത് വ്യക്തമാണ്. എനിക്കൊരു മാനസിക രോഗവുമില്ല. കുറച്ചു ദിവസത്തേക്ക് അവധിയെടുത്ത് നാട്ടിൽ പോയി വിശ്രമിച്ചിട്ട് വരും. എനിക്ക് നാട്ടിൽ പോകണമെന്നേ ഇല്ല. ഇപ്പോൾ താമസിക്കുന്നിടത്ത് താമസം മാറ്റൂ. എന്റെ കൂടെ എന്റെ മുറിയിൽ താമസിക്കൂ. വേണ്ട സാറേ, എനിക്കിവിടെ താമസിക്കുന്നതാണ് സുഖം. കൺട്രോൾ തോന്നുന്നു.
എനിക്കാരും കാണാൻ വേണ്ട. దుర్గాష్టమి എന്താ നന്ദിനിക്കുട്ടി? എന്റെ അമ്മ Come in. ഇരിക്കൂ. നന്ദിനിക്കുട്ടിയുടെ അമ്മ എവിടെയാണെന്ന് അറിയാമോ സാർ? കുറെ നാളായിട്ട് ഒരു വിവരവുമില്ല. സുരേന്ദ്രന് ബാംഗ്ലൂരിലെ ഫ്ലാറ്റിലെ അഡ്രസ്സിൽ ഒരു എഴുത്തയച്ചിട്ട് അതിന് ഇതുവരെ മറുപടി കിട്ടിയില്ല. സുരേന്ദ്രൻ സ്വന്തമായ ഒരു വർക്ക്ഷോപ്പ് വാങ്ങിയിരുന്നല്ലോ, അതിന്റെ അഡ്രസ്സും തരാമോ? രാധേ, എന്താണ്? ഞാൻ ജീവിതത്തിൽ 3 തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. താമസിച്ച് വിവാഹം കഴിച്ചതാണ് ഒന്നാമത്തെ തെറ്റ്. നന്ദിനിക്കുട്ടിയെ വിവാഹം കഴിച്ചത് രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തെ തെറ്റ് നിന്നെ വിവാഹം കഴിച്ചതാണ്. ഞാൻ കാരണം ഒരു നല്ല ചെറുപ്പക്കാരന്റെ ജീവിതവും തകർന്നു. ചേട്ടാ, ഭർത്താവെന്ന നിലയിൽ നിന്നോടുള്ള കടമകൾ നിറവേറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നീ എനിക്ക് മാപ്പ് തരും. ഇല്ല, ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കരയ്ക്കടുക്കാൻ തുഴഞ്ഞു, പക്ഷെ ചെന്നെത്തിയത് നടുക്കടലിലാണ്. ഞാനിന്ന് ആകെ അസ്വസ്ഥനാണ്. ചേട്ടൻ വിഷമിക്കാതിരിക്കൂ, എല്ലാം നേരെയാകും. സുരേന്ദ്രേട്ട, സുരേന്ദ്രേട്ട എവിടെ? നിങ്ങൾ? ഞാൻ സുരേന്ദ്രന്റെ അടുത്ത ബന്ധുവാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ, 6 മാസത്തിന് മുൻപ് ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ അമ്മ? അവരും മരിച്ചു.
കുടിച്ചോളൂ. ത്യാഗമില്ലാതെ കുടിച്ചുകൊണ്ട് എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ കാണിക്കുന്നത്? എന്തിനീ കുഴി കുഴിക്കുന്നേ? കാര്യമുണ്ട്. ഈ തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? പൂച്ച. അയ്യോ, അതിനെ കൊന്നോ? കൊന്നു. ഈ ജന്തു എനിക്ക് മനസ്സമാധാനം തരുന്നില്ല. എന്ത് കഷ്ടമാണ് ദൈവമേ. നന്ദിനിക്കുട്ടി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ പോവാ സാറേ. ഞാൻ പോയില്ലെങ്കിൽ എന്റെ പൊണ്ടാടിക്ക് തൂക്കം ശരിയാ വരാൻ. ആ മുകുന്ദൻ ബാംഗ്ലൂർ പോയിട്ട് വന്നില്ലല്ലോ. സായന്ത്രം ട്രെയിനിൽ ജംഗ്ഷനിൽ ഇറങ്ങിയാൽ അടുത്ത ലോക്കലിൽ കാണും. അയ്യോ പ്രേതമേ, നീ ഏത് വേഷം നടക്കും അല്ലേ? നടക്കും. ഞാൻ ഏത് വേഷത്തിലും നടക്കും. ഞാൻ കൊണ്ടേ പോകൂ. എന്നെ പിടിക്കരുത്, പിടിക്ക, ഞാൻ പാൽകയെ നശിപ്പിച്ചവനെ. അയ്യോ എടി, 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 അവൻ നിന്നെ കൊണ്ട് പോകത്തുള്ളൂ അല്ലേ? നിന്നെ കൊല്ലും ഞാനും ചാകും. പോയാതി അവന്റെ ടിപ്പിൽ കൊണ്ടാണ് നിൽക്കണവിടെ. നിൽക്കാതിനെ കൊല്ലിക്കാൻ കൊല്ലും, ടിപ്പിൽ കൊല്ലും. വന്നിട്ട് ഞങ്ങളെ അറിയിക്കാത്ത എന്താ? ക്ഷീണം കൊണ്ട് വന്ന് കിടന്നുപോയി. എന്ത് കഴിച്ചു? ഒന്നും വേണ്ട. ആ എഴുന്നേക്ക്. എനിക്കല്പം കിടക്കണം. എന്റെ മുറി പോയി കിടക്കാം. എനിക്ക് ഇവിടെയാണ് സുഖം. ആ സുഖം വേണ്ട. എഴുന്നേക്ക്. തങ്കവേലു സർ, താൻ ഈയിടെ പെട്ടിയും സാധനം എല്ലാം എടുത്ത് എന്റെ താമസ സ്ഥലത്ത് ഒന്ന് വെക്കണം. എന്നിട്ട് ഈ മുറി പൂട്ടി താക്കോല് ക്യാപ്റ്റന്റെ ഭാര്യ ഏൽപ്പിക്കണം. എഴുന്നേക്ക്, എഴുന്നേക്ക്.
എന്താ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. നാളെ രാവിലെ നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്നു. നേരത്തെ പോയി കിടന്നുറങ്ങും.
ശിവമായി രൂപമായി